ആറ്റിങ്ങലിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് LDF-ന് ഉണ്ടായിട്ടുള്ളത്. എല്ലാ സംഘടനാ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ തരത്തിലുള്ള പ്രചരണമായിരുന്നു ആറ്റിങ്ങലിൽ LDF പുറത്തെടുത്തത്. പക്ഷേ എന്നാൽ പോലും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടി LDF സ്ഥാനാർത്ഥി വി ജോയി മീഡിയയോടൊപ്പം ചേരുകയാണ്. ശരിക്കും ആറ്റിങ്ങൽ എന്താണ് സംഭവിച്ചത്? അല്ല, ആറ്റിങ്ങലിലെ പൊതുവായിട്ടുള്ള ആറ്റിങ്ങലിലെ ഒരു സ്ഥിതി മാത്രമല്ല, ഇപ്പോൾ കേരളം മുഴുവൻ എടുത്താൽ ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ടുള്ള ഒരു വലിയ ജനവിധിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെ ഒരു തടഞ്ഞു നിർത്തി എന്നുള്ളതാണ് ആറ്റിങ്ങൽ ചെയ്തിട്ടുള്ള ഞങ്ങൾ വന്നിട്ടുള്ളത്. എല്ലാവരും ഒരു 50,000-ന് മുകളിൽ എല്ലാം പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ ആറ്റിങ്ങൽ അതൊരു 1000-ന് താഴെ, ഇപ്പോൾ ഏറ്റവും അവസാനം ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ഒരു 800-നകത്ത് വോട്ടിന് ആണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തി. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ ഒരു വ്യാപകമായി കോൺഗ്രസിന് അനുകൂലമായി തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചും കൂടി പല സ്ഥലങ്ങളിലും ഞങ്ങൾ നോക്കുമ്പോൾ ശരിക്കും കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന സാഹചര്യം വന്നു. അത് വന്നത് മുരളീധരൻ കേന്ദ്രമന്ത്രി അവിടെ മത്സരിക്കുകയാണ്. അപ്പോൾ കേന്ദ്രമന്ത്രി മത്സരിക്കുമ്പോൾ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ന്യൂനപക്ഷ വിഭാഗം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു എൻ ബ്ലോക്ക് ആയിട്ടുള്ള ഒരു വോട്ട് കോൺഗ്രസ്സിന് ചെയ്യുന്നത്. അതാണ് ഈ ഒരു പരാജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. 2, കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ 38,000 വോട്ടുണ്ടായിരുന്നു. അതൊരു 800-ൻ്റെ താഴേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ആ ശ്രമകരമായൊരു പ്രവർത്തനം നടത്തണമെങ്കിൽ നല്ലൊരു LDF പ്രവർത്തനം നടത്തണം. അത് നമ്മുടെ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. വർക്കല ലോക്സഭാ മണ്ഡലത്തിൽ അതുപോലെ വർക്കലയിൽ മാത്രമാണ് നമുക്ക് ഈ നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വർക്കലയിൽ മാത്രമാണ് LDF സ്ഥാനാർത്ഥിക്ക് നല്ല രീതിയിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ കാര്യമായിട്ടുള്ള ഒരു മുന്നോട്ട് വരാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം BJP-യും UDF-ഉം മറ്റ് മണ്ഡലങ്ങളിൽ ശക്തി കാണിച്ചപ്പോൾ അവിടെ LDF പുറകോട്ട് പോവുകയാണ് ചെയ്തത്. അവിടെയൊക്കെ എന്താണ് സംഭവിച്ചത്? വർക്കലയും ആറ്റിങ്ങലുമാണ് നമ്മൾ ലീഡ് ചെയ്ത 2 നിയമസഭാ മണ്ഡലങ്ങൾ. മറ്റു മണ്ഡലങ്ങളിലെ ഒരു പൊതുസ്ഥിതി ഞാൻ ഇതിനെ പറഞ്ഞത് ആസ്പദമാക്കിയാണ്. ഈ മത ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടുതലുള്ളതാണ്. ഇപ്പോൾ വാമനപുരം എടുത്താലും അരുവിക്കര എടുത്താലും കാട്ടാക്കട എടുത്താലും മറ്റു മണ്ഡലങ്ങളെടുത്ത് നോക്കിയാൽ കൂട്ടത്തോടെ താമസിക്കുന്ന പ്രദേശമാണ്. ഇപ്പോൾ ഞങ്ങളൊരു കാര്യം പറഞ്ഞാൽ ഈ വെമ്പായം എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് വോട്ട് കൂടുതലായിരുന്നു. പക്ഷേ ഇത്തവണ ഞങ്ങൾ നോക്കുമ്പോൾ കുറേ കൂടി വോട്ട് കൂടുതൽ കോൺഗ്രസ്സിന് ലഭിച്ചിരിക്കുന്നു. ഇതാണ് വിഷയം. ഒരു കാരണവശാലും BJP-യുടെ കേന്ദ്രമന്ത്രി ജയിക്കരുത് എന്ന ഒരു രീതിയാണ് അവിടെ വന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ തീരദേശ മേഖല നോക്കുമ്പോഴും അങ്ങനെ ഒരു സംവിധാനം വന്നിട്ടുണ്ട്. എങ്ങനെയോ ഈ മുരളീധരൻ ജയിക്കുമെന്ന ഒരു പ്രൊപ്പഗണ്ട ഇറക്കി വിട്ടിരിക്കുന്നു. അപ്പോൾ അതൊരു കാരണവശാലും അയാൾ ജയിക്കാൻ പാടില്ല എന്നൊരു നിലപാടിലേക്ക് വന്നോ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്. മുരളീധരൻ ജയിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ജയിക്കാൻ പോകുന്ന പ്രതീതി വന്നപ്പോഴത്തേക്കും ജയിക്കാൻ പാടില്ല, അതുകൊണ്ട് ആ വോട്ടുകൾ മുഴുവൻ മുരളീധരന് കിട്ടേണ്ട വോട്ടുകൾ മുഴുവൻ UDF-ലേക്ക് പോയി, അത് തോൽവിക്ക് കാരണമായി എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ. ഇപ്പോൾ ഒരു ഫസ്റ്റ് റൗണ്ട് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു സംഗതിയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഒരു കൂട്ടത്തോടെ വോട്ട് കോൺഗ്രസ്സിലേക്ക് പോയിരിക്കുന്നു. അത് ഞങ്ങൾ ചില പഞ്ചായത്തുകൾ പരിശോധിക്കുമ്പോൾ ആ പഞ്ചായത്തുകളുടെ വോട്ടിംഗ് നിലവാരം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയാണത് തോന്നുന്നത്. മറ്റൊരു കാര്യം, ഈ പറയുന്ന അവസാന നിമിഷം വരെ നമുക്ക് 2 UDF-ഉം LDF-ഉം നെക്ക് ടു നെക്കായിരുന്നു. ഒരു ഘട്ടത്തിലും കൃത്യമായിട്ടുള്ള മേൽക്കൈ 2 കൂട്ടർക്കും ഉണ്ടായിരുന്നില്ല. അവസാന നിമിഷമാണ് UDF വിജയം എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു തോൽവി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തോൽക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത മുമ്പിൽ കണ്ടിരുന്നോ? തോൽക്കാം എന്നൊരു ഇതിലേക്ക് ആ ഒരു ഭയം ഉണ്ടായിരുന്നോ? ഇല്ല. തിരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ ഞങ്ങളുടെ ഒരു സംഘടനാ മിഷനറിയുടെ ഭാഗമായിട്ട് തന്നെ തോൽക്കില്ല എന്ന ഒരു നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു വോട്ടിങ്ങിൻ്റെ രീതി പെട്ടെന്ന് സംഭവിച്ചതാണ്. നിങ്ങൾ കണ്ടല്ലോ, കേരളത്തിലെ പൊതുവായിട്ടുള്ള സാഹചര്യം LDF-ന് എതിരായി വന്നു. അതിൻ്റെ ഒരു കാറ്റ് ഇവിടെയും വീശി എന്നുള്ളതാണ്. പക്ഷേ ആ കാറ്റ് മറ്റുള്ള സ്ഥലങ്ങളിൽ വീശിയതുപോലെ ആഞ്ഞു വീശാൻ ഞങ്ങൾ അനുവദിച്ചില്ല. അതൊരു തടയിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഒരു ചെറിയ മാർജിനിൽ ഞങ്ങൾ പരാജയം സമ്മതിക്കുകയാണ്. സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്തേക്ക് CPM-ൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ഒരു ആക്ഷേപഹാസ്യങ്ങളൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഒരു കനൽ ഒരു തരി മതി, അത് കഴിഞ്ഞ തവണ ആലപ്പുഴയായിരുന്നെങ്കിൽ ഇത്തവണ ആലപ്പുഴയിൽ നിന്ന് മാറി ആലത്തൂരിലേക്ക് മാറി എന്നുള്ള പരിഹാസം വരുന്നുണ്ട്. അതിനൊരു മറുപടി എന്താണ് പറയാനുള്ളത്?
അല്ല, അത് സ്വാഭാവികമായി സോഷ്യൽ മീഡിയയിൽ ചില കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതിപ്പോൾ നമ്മളതിനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ എടുത്താൽ മതി എന്നുള്ളതാണ്. അതിനൊരു പ്രത്യേകിച്ചൊരു വിമർശനം ആവശ്യമില്ല എന്നുള്ളതാണ്. എന്തായാലും സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവിധി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് CPM-ൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ. പക്ഷേ അത് മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ വലിയ തോതിൽ കൊടുങ്കാറ്റായി വീശിയടിച്ചപ്പോൾ ആറ്റിങ്ങലിൽ അതിനെ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി വി ജോയ് പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് സാദിഖ് പാറക്കലിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.